പാലക്കാട് നല്ലേപ്പള്ളിയിൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിനെതിരെ VHP പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം ന്യൂസ് മലയാളത്തിന്. നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലാണ് VHP പ്രവർത്തകർ അധ്യാപകരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയത്. ഭീഷണി മുഴക്കിയ വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി K. അനിൽകുമാർ, ജില്ലാ സംയോജക് V. സുശാസനൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. വേലായുധൻ എന്നിവർ റിമാൻഡിലായി. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡിസംബർ 20-നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് സ്കൂൾ അടയ്ക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷത്തോടുകൂടി സ്കൂൾ അടയ്ക്കാം എന്നുള്ളതായിരുന്നു. കുട്ടികളും ടീച്ചറുമെല്ലാം ചെറിയ തോതിൽ മിഠായി വിതരണം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കുട്ടികൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആണ് ആ സമയത്ത് 3 പേർ സ്കൂളിലേക്ക് 3 പേർ വന്ന് ഇവിടുത്തെ അധ്യാപകരോട് കയർക്കുകയാണ്. എന്തിനാണ് ക്രിസ്മസ് ആഘോഷം നടത്തുന്നത്, എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ നിങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ അധ്യാപകരോട് സംസാരിക്കുന്നു. അതിനെ തുടർന്നാണ് അധ്യാപകർ സ്കൂളിൻ്റെ HM നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പേരെ ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. ശരിക്കും അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? അന്ന് ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്കൊരു 1-1:30 കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് ഇവിടെ ഒരു 3 പേർ നേരത്തെ പറഞ്ഞ 3 പേര് വന്ന് ടീച്ചർമാരിനും മറ്റും ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നെ ടീച്ചർ വിളിച്ചടിസ്ഥാനത്തിൽ വന്നു. വരിക പറയുമ്പോൾ ഞങ്ങൾക്ക് സാധാരണ എൻ്റെ കുട്ടികൾ സംരക്ഷിക്കപ്പെടണം, എൻ്റെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഞങ്ങളൊരു പെറ്റീഷനായിട്ട് കൊടുത്തത്. അതിൻ്റെ തലത്തിൽ ഇപ്പോൾ അവർ കേസെടുത്തു. റിമാൻഡ് എന്താ പറഞ്ഞത്? ക്രിസ്മസ് ആഘോഷം നടത്താൻ പാടില്ല. ക്രിസ്മസ് ആഘോഷം നടത്താൻ പാടില്ല, ശ്രീകൃഷ്ണ ജയന്തി നടത്തിക്കൂടെ, എന്തിനാണെന്ന് ഈ പറഞ്ഞ സമയം ഞങ്ങൾ എല്ലാ ദിനവും ആചരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. എല്ലാവരുടെ ഒരു മതം ഒരു ജാതി എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ കേരള നിലയിൽ എല്ലാ മതേതര സംരക്ഷണം ഉണ്ടാവണം, എല്ലാ മതക്കാർക്കും തുല്യമായ പ്രാതിനിധ്യമുണ്ട്. അത് സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് എന്ന രീതിയിൽ പറഞ്ഞാൽ അതൊന്നും അവർ കേൾക്കുന്ന അവസ്ഥയിലല്ല. ഒന്നും വല്ലാതെ പേടിപ്പിച്ച രീതിയിൽ ഇവരോടൊക്കെ പറഞ്ഞ വസ്ത്രധാരണത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ എന്തുകൊണ്ട് നടത്തി, ആരെ അനുമതി തന്ന് എന്ന രീതിയിൽ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് പോവുകയാണുണ്ടായത്. അപ്പോൾ ടീച്ചർമാർ ഇതൊക്കെ കേട്ട് അവർക്ക് പുതിയൊരു അനുഭവമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ പിന്നെ എന്നെ വിളിച്ച് എന്നിട്ടാണ് വരിക. വന്നിട്ട് ഇപ്പം ഞങ്ങൾ എൻ്റെ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ കുട്ടികൾ സംരക്ഷിക്കപ്പെടുന്ന ടീച്ചർമാർ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ഇതേ ഞങ്ങൾക്ക് വഴിയുണ്ടെന്നുള്ളൂ, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് വന്ന് പോലീസ് ഇത് വേണ്ട നടപടിക്രമങ്ങൾ അതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇത് വെച്ച് അവസാനിപ്പിച്ച് ഇനി പൊതുസമൂഹം ഞങ്ങൾക്ക് സംരക്ഷണമാണ്. ഞങ്ങളുടെ സ്കൂൾക്ക്, ഞങ്ങളുടെ ടീച്ചർമാർക്കും കുട്ടികൾക്കും സംരക്ഷണം തരാനാവശ്യം. പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ? അവിടെ ഒരു പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്. നമുക്ക് നേരത്തെ മറ്റേ ഇതിലത്തെ ആളുകൾ പറയുമ്പോൾ തന്നെ ഈ അതാത് പ്രദേശത്തെ ആൾക്കാർ തന്നെയാണ്. അവരുടെ പ്രവൃത്തി അവരുടെ വീട്ടുകാർ പോലും അംഗീകരിക്കില്ല. അതിൻ്റെ ഭവിഷ്യത്തെക്കുറിച്ച് അവർ അറിയുന്നില്ല. നമ്മുടെ കേരളമാണ്, മതേതരമാണ്, എല്ലാം പൊതുവിദ്യാഭ്യാസമാണ്, സാധാരണക്കാരുടെ കുട്ടികളാണ് ഇവർ പോകണമെന്നുള്ളത് അവർ പോലും അറിയുന്നില്ല. വന്നു ചെയ്തു. അത് ഭവിഷ്യത്ത് അവരിപ്പോൾ അനുഭവിക്കുന്നത് ഞെട്ടിപ്പോവാണ്. എന്ന് ചോദിച്ചാൽ ടീച്ചർമാരും ഇങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ, നേരത്തെ ഇല്ല. അത് പെട്ടെന്നുണ്ടാകുന്ന സമയത്ത് ടീച്ചർമാരല്ലേ, അതുപോലെ തന്നെ കുട്ടികളും, അതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. ഈ ഒരു സംഭവം ഈ സ്കൂളിനെ അത്രത്തോളം നടുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അധ്യാപകരാണെങ്കിലും രക്ഷകർത്താക്കളാണെങ്കിലും ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യമായാണ് ഇങ്ങനെ ഒന്ന് നടക്കുന്നത്. അതിൻ്റെ ഞെട്ടൽ ഇപ്പോൾ നമ്മളിവിടെ വന്ന് HMനോടെല്ലാം തന്നെ സംസാരിച്ച സമയത്തും അവർ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അത്രയേറെ ഭയന്നിരുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ പ്രതികരണം നടത്തിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകുമോ എന്നുള്ളതെല്ലാമാണ് അവരെ ഭയപ്പെടുത്തുന്ന കാര്യം. എന്തായാലും നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ സ്കൂൾ ഇതൊരു സർക്കാർ സ്കൂളാണ്. ഇവിടുത്തെ കൂടുതൽ കുട്ടികളെ ചേർക്കുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷകർത്താക്കളുമെല്ലാം വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഇത്തരം ആവശ്യങ്ങളും ഇത്തരം ഭീഷണികളുമായി വരുന്നത്. ഇതിൽ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അത് ചിറ്റൂർ സ്വദേശികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ചിറ്റൂർ നല്ലേപ്പള്ളി സ്വദേശികളാണ്. അവർ VHPയുടെ ജില്ലാ സെക്രട്ടറി K. അനിൽകുമാർ, അവരുടെ ജില്ലാ സംയോജക് V. സുശാസനൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വേലായുധൻ, ഈ 3 പേരാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്കെതിരെ കർശന നടപടി തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അവരെ 3 പേരെയും അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അധ്യാപകർ നിൽക്കുന്നതും. എന്തായാലും ആ നടുക്കം ഈ നല്ലേപ്പള്ളി സ്കൂളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്.